ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. ഇന്ന് നമ്മൾ ജെറ്റ്ലിയുടെ ഒരു സൂപ്പർ കിക്കിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതൊരു 3 സ്റ്റേജായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സൈഡ് വ്യൂവിൽ നമ്മൾ റൈറ്റ് ലെഗിലാണ് കിക്ക് ചെയ്യുന്നതെങ്കിൽ ആ റൈറ്റ് ലെഗ് ഫ്രണ്ടിലായിട്ട് വെക്കുക. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് ലെഗ് ഇതുപോലെ ഈ കാലിൻ്റെ പുറകിൽ കൂടി ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കാം. ടോ താഴെ മുട്ടുന്ന പോലെ ക്രോസ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ നിന്ന് ഈ കാലിലേക്ക് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച കാലിലേക്ക് ബോഡി വെയിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റ് ലെഗ് റൈസ് ചെയ്യുന്നു. കിക്ക് ചെയ്യാനുള്ള ലെഗ് റൈസ് ചെയ്യുന്നു. റൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ കാല് ഇതുപോലെ ഇങ്ങനെ മടക്കുക. ഇനി ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ വരുന്നത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കിക്ക് ചെയ്യുന്നത്. ആ ബോഡിയിൽ നിന്നുള്ള ഫുൾ ഫോഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ അത് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാം. ഇത് ടേണിങ് ബാക്കാണ്. നമ്മൾ ടേൺ ചെയ്തുകൊണ്ടാണ് ആ ഒരു കിക്ക് വരുന്നത്. അപ്പോൾ അതിന് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുക. നമ്മൾ കിക്ക് ചെയ്യുന്ന റൈറ്റ് ലെഗ് ആണ് നമ്മൾ കിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കിക്ക് ആ കാല് ബാക്കിലേക്ക് വെക്കുക. ഇനി ഇവിടെ നിന്ന് ബോഡി ഒന്ന് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യുക. ഇതുപോലെ സ്പിൻ ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് ബാക്കിലെ ലെഗ് എടുക്കുക. ഇവിടെ നിന്ന് ഇതും ഈ കിക്കിലേക്ക് വരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കിക്ക് ചെയ്യുന്ന ലെഗ് ഇപ്പോൾ റൈറ്റ് ലെഗിലാണ് നമ്മൾ ഫിനിഷിങ് കിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ലെഗ് തന്നെ ഫ്രണ്ടിൽ വെക്കുക. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് ലെഗ് ഒരു സ്റ്റെപ്പ് ഫോർവേഡിലേക്ക് വെക്കുക. ഇതിനോടൊപ്പം തന്നെ ബോഡി ഒന്ന് ടേൺ ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ലെഗ് എടുക്കുക, ഇതിലേക്ക് കിക്കിലേക്ക് അടിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ട് ചെയ്യാം. ഇതുപോലെയാണ് ഫുൾ കിക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.